മധുരയിൽ ചെങ്കൊടി. CPM മധുര പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിലും രാഷ്ട്രീയ പ്രമേയത്തിന്മേലുമുള്ള ചർച്ച ഇന്ന് തുടങ്ങും. നാളെ ഉച്ചവരെ നടക്കുന്ന ചർച്ചയ്ക്ക് പ്രകാശ് കാരാട്ട് മറുപടി പറയും. ചർച്ചയിൽ വരുന്ന നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാവും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടും രാഷ്ട്രീയ പ്രമേയവും പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കുക. നാളെ വൈകിട്ട് BV രാഘവലു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. വിവരങ്ങളുമായി VV അരുൺ, ഇന്ന് മധുരയിൽ അവിടെ പാർട്ടി കോൺഗ്രസിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ വേദിയിലേക്ക്, പാർട്ടി കോൺഗ്രസ് വേദിയിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എത്തുന്നുണ്ട്. പിണറായി വിജയനൊപ്പം അദ്ദേഹം ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ്. ഇന്ന് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് നടക്കാനുള്ളത്, അതെപ്പോഴൊക്കെയാണ്? രാവിലെ 10 മണിക്ക് സമ്മേളന നടപടികൾ ആരംഭിക്കും. ഏറ്റവും പ്രധാനം ഇന്നലെ പ്രകാശ് കാരാട്ട്, പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയത്തിലും അതുപോലെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിലുമേലുള്ള ചർച്ചയാണ്. നാളെ ഉച്ചവരെയാണ് ഈ ചർച്ചയ്ക്ക് CPM സമയം മാറ്റിവെച്ചിട്ടുള്ളത്. അതിനുശേഷം ആ ചർച്ചകൾക്ക് പ്രകാശ് കാരാട്ട് തന്നെ മറുപടി പറയും. ഇതുമായി ബന്ധപ്പെട്ട ചില ഭേദഗതി നിർദ്ദേശങ്ങൾ സ്വാഭാവികമായും ചർച്ചയുടെ ഭാഗമായി ഉയർന്നുവരും. അതുകൂടി ഉൾക്കൊണ്ടാകും CPMന്റെ പാർട്ടി കോൺഗ്രസിലെ രാഷ്ട്രീയ പ്രമേയം അന്തിമമാക്കുക. ആ രാഷ്ട്രീയ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാകും അടുത്ത 3 വർഷം CPMന്റെ മറ്റ് മുന്നണി ബന്ധങ്ങളടക്കം അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ ബന്ധങ്ങളടക്കമുള്ള തെരഞ്ഞെടുപ്പ് സഖ്യങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ CPM നയങ്ങൾ സ്വീകരിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ സംഘടനാ റിപ്പോർട്ടിന് അപ്പുറത്തേക്ക് എല്ലാ പാർട്ടി കോൺഗ്രസുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാ നടപടി രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യലും, കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യലും അത് രാഷ്ട്രീയ പ്രമേയം അംഗീകരിക്കലുമാണ്. അതാകും 3 വർഷത്തേക്ക് CPM എങ്ങനെ പ്രവർത്തിക്കണം, ഈ മുന്നണി ബന്ധങ്ങളിലടക്കം എങ്ങനെ മുന്നോട്ട് പോകണം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എങ്ങനെ ആരൊക്കെ സഖ്യമുണ്ടാകണം, പാർട്ടി ഇത്തരത്തിൽ ഓരോ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് സഖ്യങ്ങളിൽ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകുക. അതാണ് ഇന്ന് നടക്കുന്ന ചർച്ച. കേരളത്തിൽ നിന്ന് 6 പേര് ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. 46 മിനിറ്റാണ് കേരളത്തിൽ ചർച്ചയ്ക്ക് സമയം മാറ്റിവെച്ചിട്ടുള്ളത്. രാഷ്ട്രീയ പ്രമേയത്തിലും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക്. ഏതായാലും ഇന്ന് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട നടപടിക്രമം അതാണ്. മറ്റൊന്ന്, ശ്രീജ തുടക്കത്തിൽ ചോദിച്ചതുപോലെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്ന് CPMന്റെ ഈ സമ്മേളന വേദിയിലെത്തുന്നുണ്ട്. ഫെഡറലിസം ഇന്ത്യയുടെ ശക്തി എന്ന സെമിനാറിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സ്റ്റാലിനും ഒരുമിച്ച് പങ്കെടുക്കുന്നത്. നമുക്കറിയാം, കണ്ണൂർ പാർട്ടി കോൺഗ്രസിലും MK സ്റ്റാലിൻ പങ്കെടുത്തിരുന്നു. അന്നും മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം വേദി പങ്കിട്ട് ഈ പാർട്ടി കോൺഗ്രസിന്റെ അഭിവാദ്യം അർപ്പിക്കലടക്കം ഉണ്ടായിരുന്നു. കർണാടക മന്ത്രിയും ഇന്നത്തെ ഈ പാർട്ടി കോൺഗ്രസിന്റെ വേദിയിലെത്തുന്നുണ്ട്. നമുക്കറിയാം, കേന്ദ്രത്തിനെതിരായ പല നീക്കങ്ങളിലും കേരളവും തമിഴ്നാടും കർണാടകവും സംയുക്തമായി നീങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. നിയമസഭയിൽ UGC ഭേദഗതിക്കെതിരെ സംഘടിപ്പിച്ച സെമിനാറിലടക്കം 3 സംസ്ഥാനങ്ങളുടെയും പ്രാതിനിധ്യമുണ്ടായിരുന്നു. അത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള നീക്കങ്ങൾക്ക് BJP ഇതര സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും തെക്കേ ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങൾ ഒരുമിച്ച് നീങ്ങുന്നു. അവിടെ അത്തരമൊരു കൂട്ടായ്മയായി കൂടി ഇന്നത്തെ ഈ സെമിനാർ വേദിയും മാറുമെന്ന ഉറപ്പാണ്. മറ്റു പ്രധാനപ്പെട്ട കാര്യമുള്ളത് സംഘടനാ റിപ്പോർട്ടാണ്. സംഘടനാ റിപ്പോർട്ട് നാളെയാണ് പാർട്ടി കോൺഗ്രസ്, നാളെ 7 മണി മുതൽ 8:30 വരെയാണ് അതിനുള്ള സമയം. രാത്രി 7 മുതൽ 8:30 വരെയാണ് സംഘടനാ പ്രമേയം അവതരിപ്പിക്കാനുള്ള സമയം ക്രമീകരിച്ചിരിക്കുന്നത്. BV രാഘവലു ആണ് സംഘടനാ പ്രമേയം അവതരിപ്പിക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ, അഭ്യൂഹങ്ങൾ സജീവമാണ്. പക്ഷേ MA-ബേബിയുടെ പേര് ഇപ്പോഴും സജീവമായി തന്നെ CPI കേന്ദ്രങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. MA-ബേബി EMSന്റെ പിൻഗാമിയായി CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമെന്ന ചർച്ചകൾ ഇപ്പോഴും സജീവമായി തന്നെ CPMൽ ഉണ്ട്. പാർട്ടി കോൺഗ്രസ് വേദികളിലും അതുണ്ട്. കേരള നേതൃത്വത്തിന്റെ വലിയ പിന്തുണ ബേബിക്കുണ്ട് എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത്. അതേസമയം ബംഗാൾ ലോബിയും അതുപോലെ തന്നെ ബംഗാൾ ഘടകവുമൊക്കെ ഉത്തരേന്ത്യൻ ഘടകവുമൊക്കെ ബേബിക്ക് എതിരെ രംഗത്ത് വരാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആരാകും ഒരു തർക്കത്തിലേക്കൊക്കെ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് പോകുമോ എന്ന കാര്യത്തിലൊക്കെ വരും മണിക്കൂറുകൾ, വരും ദിവസങ്ങൾ മറുപടി പറയും. ഇപ്പോൾ ഈ സംഘടനാ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. പാർട്ടിയുടെ അംഗത്വത്തിൽ കുറവുണ്ടാകുന്നുവെന്ന് CPM സ്വയം വിമർശനപരമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ചില സംസ്ഥാനങ്ങളിൽ വളരെ കൂടുതലാണ് കൊഴിഞ്ഞുപോക്ക്. കേരളത്തിൽ കൊഴിഞ്ഞുപോക്ക് കാൻഡിഡേറ്റ് മെമ്പർമാരിലാണ്, പൂർണ്ണസമയ മെമ്പർമാരിലല്ല. പക്ഷേ
അതിനു മുമ്പുള്ള കാൻഡിഡേറ്റ് മെമ്പർമാരിൽ 22.8% കൊഴിഞ്ഞുപോക്കുണ്ടായെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അത് തെലങ്കാന മാത്രമാണ് അതിൽ കൂടുതൽ കൊഴിഞ്ഞുപോക്കുള്ള മറ്റൊരു സംസ്ഥാനം. പൂർണ്ണാംഗങ്ങളിലും കൊഴിഞ്ഞുപോക്കുണ്ട്. 7 സംസ്ഥാനങ്ങളിൽ കൊഴിഞ്ഞുപോക്കിന്റെ നിരക്ക് 6%. തമിഴ്നാട്ടിൽ ഇത് 10%. ഉയർന്ന നിരക്കിലാണെന്നും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഈ പ്രായപരിധിയുടെ പേരിൽ CPM കാലാകാലങ്ങളിൽ ആളുകളെ ഒഴിവാക്കാറുണ്ട്. ഇത്തവണ 75 വയസ്സാണ് പ്രായപരിധി. കണ്ണൂർ പാർട്ടി കോൺഗ്രസ് ആണ് 75 വയസ്സെന്ന പ്രായപരിധി നിബന്ധന കൊണ്ടുവന്നത്. അങ്ങനെ കൊഴിഞ്ഞു പോകുന്നവരെ അവഗണിക്കരുത്. ദീർഘകാലം പാർട്ടിക്ക് വലിയ സേവനം നൽകിയ നേതാക്കളാണ്, അവരെ അവഗണിക്കരുത് എന്നൊരു നിർദ്ദേശം ഈ സംഘടനാ റിപ്പോർട്ടിന്റെ ഭാഗമായി CPM ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒഴിവാകുന്നവർക്ക് പാർട്ടി ഘടകമോ കർമ്മമേഖലയോ നിശ്ചയിച്ച് നൽകാത്ത അനുഭവങ്ങളുണ്ട്. തിരുത്തണം. അതേസമയം തന്നെ ക്ഷണിതാക്കൾ പാർട്ടി കമ്മിറ്റികളിൽ ക്ഷണിതാക്കൾ അധികമാകരുത്. സംസ്ഥാന സമിതികളിലെ പ്രത്യേക ക്ഷണിതാക്കളുടെ എണ്ണം കൂടുതലെന്നാണ് സംഘടനാ റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നത്. ചില സംസ്ഥാന സമിതികളിൽ അനുവദനീയമായതിലും കൂടുതൽ ക്ഷണിതാക്കളുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര കമ്മിറ്റിയുടെ മാർഗനിർദ്ദേശം അത് കൃത്യമായി തന്നെ സംസ്ഥാനങ്ങൾ പാലിക്കണം എന്നും ഈ സംഘടനാ റിപ്പോർട്ടിൽ CPM ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ശ്രീജ. VV അരുണാണ് വിവരങ്ങൾ നൽകിയത് മധുരയിൽ നിന്ന്. മധുരയിൽ CPM പാർട്ടി കോൺഗ്രസ് അതിന്റെ 2ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് സംഘടനാ റിപ്പോർട്ടാണ് പ്രധാനമായും ചർച്ചയാവുന്നത്. ഒപ്പം സ്റ്റാലിന്റെ സാന്നിധ്യവും ഇന്നേറെ ശ്രദ്ധയോടെ ഏവരും ഉറ്റുനോക്കുന്നു. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് പോകാം ഇടവേളയ്ക്ക് ശേഷം.